നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയിലൊക്കെ ആയിട്ടുണ്ടാ വന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് വേണം ഇനി തീർക്കാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ തീർക്കണം, വീഡിയോസ് ഒക്കെ ആയിട്ട് സെറ്റായിട്ട് വരണം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കണം എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. വന്നിട്ട് ഒരാഴ്ച ഫുള്ള് വൈബ് വരുന്നിട്ടാ, യാത്രയായിട്ടും മക്കളായിട്ടും കുടുംബമായിട്ടും. അത് കഴിഞ്ഞിട്ട് ദേഹെടുക്കണേ ആളാന്ന് പറഞ്ഞ പോലെ മഴ പിടിച്ചിട്ടെന്തയ്യോ, മഴ, കറണ്ടില്ല, വെള്ളമില്ല. അങ്ങനെ ഒരു 3-4 ദിവസം ആ ഒരു സെറ്റ് വൈബായിരുന്നു. സുഖമായിട്ട് മൂടി പതിച്ചൊന്നും ഉറങ്ങാൻ പറ്റൂല കേട്ടോ, കൊതുക് കടിച്ചിട്ട് മനുഷ്യന്. ബാക്കിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, എനിക്ക് ഫാൻ വേണ്ട. എല്ലാവരും എന്നെ കളിയാക്കി വെച്ചിരിക്കും, ആ നാട്ടിൽ വന്നതിന് ശേഷം AC തന്നെ വേണല്ലേ, അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ കൊതുക് കടിച്ചിട്ട് എനിക്ക് കിടക്കാൻ പറ്റണ്ടല്ലോ. അതൊക്കെ സെറ്റായി ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മള് പിന്നെ റെയിൻകോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമ്മള് പോകേണ്ടടത്തൊക്കെ പോവുക വരിക, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് പിന്നെ ആരാ ചെയ്യല്ലേ. അപ്പൊ നോക്കി ഈ മുൻവശത്തെ റാത്തിരുന്നിട്ടേ ഇങ്ങനെ വൈബൊക്കെ കണ്ട് സെറ്റായിട്ടിരിക്കുന്ന സമയത്തിന് ഇടയിൽ കൂടി കുറച്ച് ചാമ്പൊക്കെ കണ്ടത്. അത് പിന്നെ ഞാൻ ഇറങ്ങൂല, ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കഴിഞ്ഞു, എന്നെ കൊതുക് കടിച്ച് കൊല്ലും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു മേടം പോലെ ഇരുന്നിട്ട് എൻ്റെ മക്കള് പൊട്ടിച്ച് കൊണ്ടുവന്ന് അവരെ കൂടെ കുറേ ഇരുന്ന് അപ്പോഴത്തെ കിട്ടിയ സന്തോഷം കൊണ്ട് കുറേ ഇരുന്ന് തിന്ന്. പിന്നെ ഇതൊക്കെ പിന്നെ നമുക്ക് സെറ്റാണ്, ഇതിലും ഷുഗറൊന്നും ഇല്ലാന്ന് വിശ്വസിക്കാല്ലേ. ഇതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയ വൈബല്ലേ. അങ്ങനെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൈ കൊണ്ടൊക്കെ ഉണ്ട് കുഴച്ച്. ആഹാ, അപ്പൊ കിട്ടിയൊരു സന്തോഷം ഇപ്പൊ ആലോചിക്കുമ്പോ കൊതിയാവുന്നു. ഇപ്പൊ ഇനി ചാമ്പക്കില്ല. പിന്നെന്താണ് എല്ലാവരും വിശേഷം? അപ്പൊ നമുക്ക് പെരുന്നാളൊക്കെ വരികയാണ് ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് വീഡിയോസ് പഴയത് ഒരുപാടുണ്ട്, ഇനി പുതിയ വീഡിയോസും ഉണ്ടാക്കും. പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഹോം ടൂർ ഉണ്ട്. പിന്നെ ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഡേ മേലൊക്കെ എടുക്കണം ഇൻഷാ അല്ലാഹ്. ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇതൊക്കെ ഒരു മെമ്മറി ആക്കി ഇടണം. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാം, പഴയത് കാണാത്തവരൊക്കെ പോയി കാണണേ. അപ്പൊ എന്താ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഞാൻ വീഡിയോസ് വോയിസ് ഓവർ കൊടുക്കണ സമയത്ത് തന്നെ കൊതുക് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നു. കൊതുകിനെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ആ കാര്യമായിരിക്കും എനിക്ക് തിരിച്ചിപ്പോൾ തന്നെ പോകണമെന്നുണ്ട്. ബാക്കിയൊക്കെ ആലോചിക്കും അൽഹംദുലില്ലാഹ്, എന്താ സുഖം. അപ്പം എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.